ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റേതായ ഒരു സ്ട്രോബെറി ഗാർഡൻ ഉണ്ട് എനിക്ക്. അത് പരിചയപ്പെടുത്താനെന്ന് കരുതിയിട്ടാണ്. സ്ട്രോബെറി ഗാർഡൻ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഒത്തിരി വലുതാണെന്ന്. ഞാൻ എൻ്റെ ആവശ്യത്തിനായിട്ട് നട്ട ഒരു ചെറിയ ഗാർഡനാണ്. ഞാനത് നിങ്ങൾക്കായി ഇപ്പോൾ പരിചയപ്പെടുത്തി തരാം. ഇതാണ് സ്ട്രോബെറി ഗാർഡൻ. എൻ്റെ സ്ട്രോബെറി ഗാർഡൻ ഇത്രയാണ് ഉള്ളത്. അതിൽ ഞാൻ അതെല്ലാം മഴയത്ത് നശിച്ചു പോയിട്ട് ഇപ്പം ഞാൻ നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മഴയത്ത് നശിച്ചു പോയി കഴിഞ്ഞതിന് ശേഷം ഞാനിതെല്ലാം ഒന്ന് സംരക്ഷിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുവിധം കായും പൂവും ഒക്കെ ആയി നിൽക്കുമായിരുന്നു. കുറേ കായ്കളൊക്കെ ഞാൻ പറിച്ചെടുത്തു. അതിനുശേഷം ഇപ്പോൾ നിറയെ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങളെ എല്ലാവരെയും പരിചയപ്പെടുക. ഇത് എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളിലും കൃഷി ചെയ്യാൻ പറ്റുന്നതുമല്ലല്ലോ. അതുകൊണ്ട് കാണാൻ ആഗ്രഹമുള്ളവരുണ്ടാവുമല്ലോ. അപ്പം അത് കാണിക്കാമെന്ന് കരുതിയാണ് ഞാനിത് ചെയ്തത്. ഒത്തിരിയും നശിച്ചു പോയിരുന്നു. എന്നിട്ട് ഇപ്പം ഞാനതിനെ നിറച്ച് വളമൊക്കെ ഇട്ട് നിറയെ ജൈവവളവും, ഞാൻ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല, ജൈവവളവും അതുമൊക്കെ ഇട്ടിട്ട് ഇത് നട്ട് സെപ്റ്റംബർ മാസത്തിൽ നട്ടതാണ്. ഇപ്പോൾ ഒരുവിധം വിളവൊക്കെ എടുത്ത് കുറച്ച് കായ്കളൊക്കെ ഞാൻ പറിച്ചിരുന്നു. പിന്നെ ഇപ്പോൾ കുറവ് കായ്കളാണ് ഉള്ളത്. ഞാനത് പിന്നെ കുറേ കിളികളൊക്കെ പറിച്ച് കൊത്തിയെടുത്തിട്ട് പോകും. ഇത് നിറച്ച് കളകളൊക്കെ ഉണ്ട്. എപ്പോഴും നല്ല നനവ് വേണ്ടതാണ്. അപ്പം നിറച്ച് നനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും കള വന്നിട്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചെടികളും ഉണ്ട്. എന്നാലും നല്ല ഇതായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാൻ ഒരു കടയായിട്ട് കാണിക്കുന്നതാണ്. അതിൽ നിറയെ പൂക്കളും കായ്കളും ഒക്കെ ആയി നിൽക്കുകയാണ്. ഇത് ഞാൻ സെപ്റ്റംബർ മാസത്തിൽ പറിച്ച് നട്ട് ഇപ്പോൾ കുറേ കായ്കളൊക്കെ പറിച്ചു. ഇനിയിപ്പോൾ കായൊക്കെ തീരാറായി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഓരോ ഇതായിട്ട് അടർത്തി വാരം മാടിയാണ് നടുന്നത്. നട്ട് കഴിഞ്ഞിട്ട് ഒരു 2-3 മാസം ആകുമ്പോഴത്തേക്കും കായും പൂവും ഒക്കെ ആയി നിറയെ ഉണ്ടായി വരുന്നതാണ്. നമുക്കത് വെച്ച് ജാമൊക്കെ ഉണ്ടാക്കാം. നല്ല കായ നേരത്തെ ഉണ്ടായിരുന്നൊക്കെ നല്ല വലിയ കായ്കളൊക്കെ ആയിരുന്നു. ഇപ്പം അത്ര വലുതൊന്നും അല്ല. ഞാൻ കുറച്ച് കായ്കൾ പറിച്ച് എടുത്ത് ഇപ്പം അതും നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. പിന്നെ എല്ലാവർക്കും സമയം പോകുമ്പോൾ നന്നായിട്ട് ചെയ്യുന്ന ഒരു ഇതായിട്ടാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പൂവിട്ട് കായായി വരുമ്പോൾ നമുക്കും മനസ്സിന് നല്ല സന്തോഷമാണല്ലോ കിട്ടുന്നത്. അപ്പോൾ നിറയെ കായ്കളും ഇതും വരുമ്പോൾ പിന്നെ ജാം ഉണ്ടാക്കാം, സ്ട്രോബെറി ഇഷ്ടമുള്ളതൊക്കെ അതുമായിട്ട് കഴിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അതിനു വേണ്ടി ചെയ്യുന്നു എന്ന് മാത്രം. എന്നാലും ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഒരു പ്രചോദനമാവുമെങ്കിൽ ആവട്ടെ എന്നും കരുതി ഞാനങ്ങനെ കിച്ചൺ ഗാർഡനും അങ്ങനെ ഇതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നമുക്കൊരു സന്തോഷവും സമയവും അനുസരിച്ച് ചെയ്താൽ മതിയല്ലോ. നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ ഉപകരിക്കും. വിഷമില്ലാത്ത പച്ചക്കറികളും ഇതുമൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യുമല്ലോ. ഇതിപ്പോൾ സ്ട്രോബെറി ആണെങ്കിലും യാതൊരു വിഷമൊന്നും ഉപയോഗിക്കുന്നില്ല, കീടനാശിനികളൊന്നുമില്ല. വെറുതെ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറി വേസ്റ്റും അതും ഇതുമൊക്കെ വെച്ചുണ്ടാക്കുന്ന വളങ്ങളും ഇതുമൊക്കെയാണ് ഞാനിതിന് കൊടുക്കുന്നത്. പിന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചൊഴിക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എനിക്ക് ഇപ്പോൾ ഞാൻ പറിച്ചെടുത്ത സ്ട്രോബെറികളാണ്. അത്ര വലിയ കായ്കളൊന്നും അല്ല. ഇപ്പോൾ വലിയ കായ്കളൊക്കെ ചെറുതായി തീർന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ചെറിയ കായ്കളൊക്കെ ആവും. പിന്നെ വളക്കുറവുണ്ടെങ്കിലും വരും. ഇതിപ്പോൾ ചെറിയ കായ് ലാസ്റ്റായി. ആദ്യം ഒരു കൊലയിൽ ഒരു ഞെട്ടിൽ കുറേ കായ്കൾ വരും. അതിൽ ലാസ്റ്റുള്ളതൊക്കെ ചെറുതാവും. അങ്ങനെയുള്ള കായ്കളൊക്കെയാണ്. പിന്നെ കിളികളൊക്കെ ഒത്തിരി ശല്യം ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. ഇത് കായായി കിടക്കുന്നതാണ്. ചെറുതായിട്ട് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയാണ് കൃഷി. ഇത് കൂടുതൽ കുറച്ച് സ്ഥലത്തായിട്ടാണ് ഞാൻ നട്ടിരിക്കുന്നത്. പിന്നെ നശിച്ചു പോയതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും നടാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ ഒരുവിധം പിടിച്ച് വന്നപ്പോൾ ജസ്റ്റ് എല്ലാവരെയും ഒന്നും കാണിക്കാം എന്ന് കരുതി ഞാനൊരു വീഡിയോ ചെയ്തു എന്ന് മാത്രം. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ സ്ട്രോബെറി ആകുമ്പോൾ എല്ലാവർക്കും കാണാനും എല്ലാം താല്പര്യം ഉണ്ടാവുമെന്ന് കരുതി ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രം. അപ്പോൾ ഓക്കെ, ബൈ.